Annie's Kitchen and you are watching Annie's Kitchen with Annie. ഇന്ന് എൻ്റെ ഉടുപ്പ് കണ്ടിട്ട് ആരും പേടിക്കരുത്. ഇന്ന് എൻ്റെ കോസ്റ്റ്യൂം തന്നേക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ പറന്നു പോകുന്നൊന്നും പ്രതീക്ഷിക്കരുത്. പക്ഷെ പറന്നു പോകുന്ന എന്നാ പറയുക ഭക്ഷണമാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല ഉണ്ടാക്കുന്നത്. പക്ഷേ ഒരു നോൺ വെജിറ്റേറിയൻ ഭക്ഷണമായിരുന്നു ഇവിടെ ഉണ്ടാക്കുന്നത് തനി നാടൻ ഭക്ഷണമാണോ എന്ന് ചോദിച്ചാൽ ഒരു ഇച്ചിരി വ്യത്യാസപ്പെട്ട ചെയ്യാൻ പോകുന്നത്. നാടനല്ല ആക്ച്വലി ഈ ബീഫ് ചെയ്യുന്നത്. എന്നാൽ നാടനാണോ എന്ന് ചോദിച്ചാൽ ഇത് നാടൻ തന്നെയാണ്. ഇത് കുറച്ചൊരു ബീഫ് പെരട്ടായിട്ട് വരും. പക്ഷേ ബീഫ് പെരട്ടല്ല, പെരളനല്ല. പക്ഷേ ഇതിനൊരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവറാണ് വരാൻ പോകുന്നത്. ഇതിനകത്ത് കുറച്ച് ലെമൺ ഗ്രാസ് ഒക്കെ ചേർക്കണം എന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെ നാട്ടിൽ ഇതൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ എന്നാ ചെയ്ത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് വെച്ചാൽ ഞാൻ ഈ ബീഫ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ നമ്മൾ ബീഫിനകത്ത് എപ്പോഴല്ലേ ഒരു പുളിവെള്ളമൊക്കെ ഒഴിക്കുന്നത്, ഒന്നും ഒഴിക്കുകയല്ല. അതിനകത്ത് കൂടി പോയ വിനാഗിരിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒഴിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര ചേർക്കാം, പഞ്ചസാര ചേർക്കണം. ഒന്നാലോചിക്കുക, ഇതൊക്കെ എങ്ങനെ നമ്മൾ ബീഫിനകത്ത് ഇതുവരെ അങ്ങനെ കഴിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ കുറച്ച് എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു ഫ്ലേവറാണ്. എപ്പോഴും നമ്മൾ ബീഫ് ഒലത്തത്, ബീഫ് കറി, ബീഫ് പെരട്ട്, ബീഫ് പെരളൻ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത്. അതിൽ നിന്നൊരു ഡിഫറെൻ്റ് ആയിട്ടൊന്ന് ഇത് കഴിച്ച് നോക്കൂ. അപ്പോൾ അല്ലേ ആ ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അല്ലാതെ വെളിയിൽ നമുക്ക് കിട്ടാൻ മേലാത്ത ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നോക്കിക്കോ ഇതിനകത്ത് എന്നാക്കെയാണ് വേണ്ടിയെന്ന്. കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, എരിവ് അനുസരിച്ച് വറ്റൽമുളക്, പിന്നെ വേണ്ടിയത് വെജിറ്റബിൾ ഓയിൽ ഏതേലും, കുറച്ച് ഏലക്ക, തക്കോലം, പട്ട, കുറച്ച് ഗ്രാമ്പു. ബീഫ് ആക്ച്വലി ഞാനിവിടെ വേവിച്ച് പകുതി വെച്ചേക്കുക. ഇനി കുറച്ചുകൂടെ വേവാനേ ഉള്ളേ. ഇതിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. അല്ലെങ്കിൽ പച്ചയിറച്ചി തന്നെ ഇട്ടേച്ചാൽ മതി. കുറച്ച് മല്ലിയില, ഈ മല്ലിയിലയ്ക്ക് പകരമാണ് ഞാൻ പറഞ്ഞ കുറച്ച് ലെമൺ ഗ്രാസ് വേണമെന്ന്. അത് കിട്ടുവാന്നേൽ അത് മേടിച്ചോ, ഇല്ലേൽ നമുക്ക് മല്ലിയില ആയാലും മതി. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ, ഇച്ചിരി പുളിയുടെ വെള്ളം, കുറച്ച് മതിയാവും, തേങ്ങാക്കൊത്ത് വറുത്തത്, ഇച്ചിരി പഞ്ചസാര, കുറച്ച് ഉപ്പ്, കുറച്ച് നാരങ്ങാ നീര്, കുറച്ച് ഫ്രഷ് ക്രീം. ഇത് മസ്റ്റല്ല, ഉണ്ടെങ്കിൽ മാത്രം മതി. ഇനി ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടെ നല്ലോണം അരയ്ക്കണം. എരിവ് അനുസരിച്ച് വറ്റൽമുളക് ഇടണേ. അതായത് നമ്മുടെ കറിക്ക് ഒരു റെഡ് കളർ എന്തായാലും വേണം. അപ്പോൾ ഇച്ചിരി എരിവ് വേണം. വേറെ മുളക് പൊടിയോ അങ്ങനെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇതിന് ആദ്യം ഒന്ന് പൊടിച്ചേച്ച് നമുക്ക് ബാക്കി അരച്ചെടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് ഇതിവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് നമുക്ക് പാൻ കത്തിച്ചേച്ച് എണ്ണ കുറച്ച് ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ തക്കോലം. തക്കോലൊക്കെ ഇപ്പോൾ ഇതിപ്പോൾ ഒരു 1/2 കിലോ ബീഫാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 3-4 ഏലക്കയൊക്കെ ഇട്ടേച്ചാൽ മതി. ഏലക്ക ഒരുപാട് ഇപ്പോൾ ഇട്ട് പഠിക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏലക്കായുടെയൊക്കെ വില ഇപ്പോൾ കിലോയ്ക്ക് 4000 രൂപ ആയതുകൊണ്ട് നമ്മളൊരു ഇച്ചിരിയൊക്കെ ഇട്ടാൽ പൊന്നിൻ്റെ വിലയാണ് ഇപ്പോൾ ഏലക്കായ്ക്ക്. അതുകൊണ്ട് ഒരു ഇച്ചിരി ഇട്ടേച്ചാൽ മതി, പേരിന് ആ ഒരു മണം കിട്ടാനായിട്ട്. 2, 3, 4, 5 എണ്ണി ഇടാനേ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ഒരു പൂവ്, അതായത് ഒരു തക്കോല, പട്ട ഒരു കഷ്ണം, ഒത്തിരി വേണ്ട അല്ലെങ്കിൽ ഉണ്ടല്ലോ കമർക്കും, ഗ്രാമ്പു അതേപോലെ 1, 2, 3, 4, 5, 6 അത്രയും മതിയാവും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫ്ലേവർ കുറച്ച് ആ എണ്ണയിലോട്ടൊന്ന് ഇറങ്ങി കഴിയുമ്പം നമുക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ഇതിനകത്തോട്ട് ചേർക്കാം. ഈ ഏലക്കായ ഒന്നും പൊട്ടാനായിട്ട് നിൽക്കണ്ട, അല്ലാതെ
ഇതിനകത്ത് ഇതിൻ്റെ ഈ പച്ചച്ചോവയുണ്ടല്ലോ അതൊന്ന് മാറണം. അതായത് ആ ഉള്ളിയുടെ ഇപ്പം നമ്മൾ ഈ ഉള്ളി ഇതിനകത്ത് ഇട്ടപ്പോൾ തന്നെ ഉണ്ടല്ലോ കണ്ണിച്ചിരി നീറ്റലുണ്ട്. ആ നീറ്റലൊക്കെ ഒന്ന് മാറുന്ന പോലെ അതൊന്ന് മൂക്കണം. ശരിക്കും പറഞ്ഞാൽ പട്ട, ഗ്രാമ്പു, ഏലക്കായുടെ ഒക്കെ ആ ഒരു മണം ആ ഉള്ളിയെ വരണം. അധികം നേരം എടുക്കുകയല്ല. ഇതേപോലെ ഉള്ളി അരച്ചേച്ച് നമ്മൾ ഇറച്ചിക്കറി വെക്കുവാണെങ്കിൽ ഇറച്ചിക്കറിക്ക് നല്ല കൊഴുപ്പ് വരും. ഈ ഉള്ളിയിൽ നമ്മൾ അരയ്ക്കുമ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് അരച്ച, അല്ലാതെ ഉള്ളിയിൽ തന്നെ വെള്ളമുണ്ട്. ഈ വെള്ളമെല്ലാം ഒന്ന് പറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ബീഫ് അങ്ങ് ഇടാം. ഇപ്പം ഏകദേശം അതിൻ്റെ ആ വെള്ളമെല്ലാം വറ്റിയേച്ച് ഈ പറഞ്ഞ പോലെ ആ എണ്ണ തെളിഞ്ഞു തുടങ്ങി. അന്നേരം ഞാൻ ഈ ബീഫ് ഇതിനകത്തോട്ട് അങ്ങ് ഇടുക. ഇനി അരപ്പിൻ്റെ ആ ഒരു പച്ചച്ചൊവയും ബീഫ് അരപ്പിൻ്റെ ആ നമ്മൾ ചേർത്തേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, വറ്റൽമുളക് എല്ലാം ആ ബീഫേലൊന്ന് പിടിക്കണം. ഇപ്പോൾ പച്ച ഇറച്ചിയാണെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ഇച്ചിരി നല്ലോണം വെള്ളം ഊറും. അപ്പോൾ ഇതെല്ലാം കൂടെ ഈ ബീഫിനകത്ത് പിടിച്ചേച്ചൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ചേർക്കാം. ഡ്രൈ ആവണമെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും വേണം. പക്ഷേ ഞാൻ അത്ര ഒന്നും പോകുന്നില്ല. പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ ഞാൻ ഡ്രൈ ആക്കി എടുത്തത്. അതായത് ഉള്ളി ഒന്ന് വഴറ്റിയേച്ച് നമ്മൾ ആ ബീഫെല്ലാം ഒന്ന് ചേർത്തത്. ഞാൻ ആ ചേർത്തേക്കുന്ന അരപ്പിച്ചിരി ഒന്ന് മുരിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോഴാണ് കുറച്ച് ലെമൺ ഗ്രാസ് ഇടണ്ടേ. അത് നമ്മുടെ എല്ലായിടത്തും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇന്നിവിടെ ഇച്ചിരി മല്ലിയില ഇടുക. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നാരങ്ങ നീരും. കുറച്ച് പുളിയുടെ വെള്ളം, ഒരുപാട് വേണ്ട, നാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. ലെമൺ ഗ്രാസ് ഇടുവാണെങ്കിൽ എല്ലാ പുളി നോക്കി വെച്ച് ചേർത്തേച്ചാൽ മതി. ലെമൺ ഗ്രാസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഒരുപാട് പുളി ഉണ്ടെന്നല്ല, എന്നാലും ലെമണിൻ്റെ ഒരു ഫ്ലേവർ നല്ലോണം വരും. പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്ത്, ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി പഞ്ചസാര, അതായത് നമ്മുടെ ബീഫ് ഒന്ന് കാരമലൈസ് ആയി വരാൻ വേണ്ടി മാത്രം. ഇല്ലെങ്കിൽ കുറച്ച് ശർക്കര ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ സ്വീറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അത് സ്വീറ്റ് അല്ല. പഞ്ചസാര ഇട്ടുകൊണ്ട് സ്വീറ്റായി പോകുന്നുള്ളൊരു ഇത് വേണ്ട കേട്ടോ, അത് സ്വീറ്റ് അല്ല. ഇതിനകത്തോട്ട് തേങ്ങാപ്പാൽ, ഇതിൻ്റെ കൂടെ ഒരു ഇച്ചിരി ഉപ്പ്, കുറച്ചുകൂടെ മല്ലിയില ഇടാം. ലെമൺ ഗ്രാസ് ഉണ്ടെങ്കിൽ അത് കുറച്ച് കൂടുതൽ ഇട്ടോ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പാനിൽ അടച്ചു വെച്ച ബീഫ് ഒട്ടും വേവുകയല്ല, അത് 100% ഷുവറാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുക്കറിലിട്ട് നല്ല അസലായിട്ട് ബീഫ് വേവിക്കും. വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല ബ്രൗൺ കളറായിട്ട് വരും. ബ്രൗൺ കളറായി കഴിയുമ്പം അതിന് ഇച്ചിരി വെള്ളം ഉണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്ന് അറിയാമോ, നല്ലോണം ഒന്ന് നമ്മൾ ബീഫ് പുരട്ടിയൊക്കെ എടുക്കുകയല്ലേ ഒലത്തി കഴിയുമ്പം, എന്ന് പറഞ്ഞാൽ ഈ ഗ്രേവി നല്ലോണം ഒന്ന് ബ്രൗൺ ആയി കഴിഞ്ഞ് നല്ല പുരട്ടി എടുക്കുന്നതാണ് ഇതിൻ്റെ പരുവം. ഇതല്ലാതെ ഇതിന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഇതൊരു ഇന്ത്യൻ ഡിഷാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇത് ഒരു ഇറ്റാലിയൻ ഡിഷായിരുന്നു. ഈ ഇറ്റാലിയനാണ് നമ്മുടെ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്ന് അതിനെ ഞാൻ കേരളയിലേക്ക് കൊണ്ടുവന്ന് ആനീസ് കിച്ചണിലൂടെ നമ്മുടെ കൈവാക്കിന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമ്മളിപ്പോൾ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ കാണിച്ചു തന്നത്. അതുകൊണ്ട് ഇത്രയും ഞാൻ പ്രയാസപ്പെട്ട് ഈ ഒരു കറി ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ വീട്ടിലുണ്ടാക്കാതിരിക്കരുത്. ഇപ്രാവശ്യം ഈ ഞായറാഴ്ചയെങ്കിലും ഇതുണ്ടാക്കി നോക്കണം. അതിനകത്ത് ഒരു വ്യത്യാസവും കാണിക്കരുത്. എന്നാലേ ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ ബീഫ് റെഡിയാണ്. ഇത് ഈ കളർ ആവണം, ഇത് നല്ല ബ്രൗൺ കളർ ആവണം. അതിൻ്റെ കൂടെ ബറോട്ടയാണോ വൈറ്റ് റൈസ് ആണ് ഏറ്റവും നല്ലതായിട്ട് ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ.
പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇപ്പം നമ്മുടെ ഹോൾ ഇന്ത്യ ഇപ്പോൾ ബറോട്ടയിൽ ഇല്ലാത്ത ജീവിതം ഇല്ല എന്നുള്ള അവസ്ഥയിലെത്തി. എല്ലാവർക്കും ഫസ്റ്റ് കാര്യം എന്നാ ബീഫിനൂടെ വേണമെന്ന് ചോദിച്ചാൽ ആദ്യം ബറോട്ടയാണ് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞാൽ ഈ സമയത്ത് ഇച്ചിരി ചോറ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു ശരിയായ ഏർപ്പാടല്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ നമ്മുടെ ഈ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പലഹാരം ബറോട്ടയാണ് ഇവിടെ വാങ്ങിച്ചു വെച്ചത്. എനിക്ക് ഉണ്ടാക്കാൻ അത്ര അറിയാൻ മേല. ഞാനതൊക്കെ വീശി ഉണ്ടാക്കുവാന്നേൽ ബറോട്ടയുടെ ഷേപ്പൊക്കെ, അതല്ല എൻ്റെ അടുക്കളയുടെ ഷേപ്പ് മാറും, ബറോട്ടയുടെ ഷേപ്പ് മാറും. അതുകൊണ്ട് അതിനു വേണ്ടി ഞാൻ പ്രയത്നിച്ചില്ല. ബീഫിന് മാത്രമേ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇത്രയും ഞാൻ മെനക്കെട്ട് ഇത്രയും കഷ്ടപ്പെട്ടാണ് ഈ ബീഫിൻ്റെ റെസിപ്പി കണ്ടുപിടിച്ചതെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റും അത്രയും സ്പെഷ്യലാണ്, വളരെ യൂത്താണ്. ആരാ വരുന്നതെന്ന് വെച്ചാൽ ഡയറക്ടർ ലിയോണും വൈഫുമാണ് ആനീസ് കിച്ചണിലേക്ക് വരുന്നത്. സ്റ്റെഫിയാണ് വൈഫ്. സ്റ്റെഫിനെ കുറിച്ച് ഞാൻ പറയണ്ട, സ്റ്റെഫിയെ നമുക്ക് എല്ലാ മലയാളികൾക്കും നല്ലോണം അറിയാം. എന്തായാലും ആ കപ്പിളിനെ ഞാൻ ആനീസ് കിച്ചണിലേക്ക് വിളിക്കാം. സർ, ഹാർട്ടി വെൽക്കം. നമസ്തേ. നമസ്തേ. ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ അല്ലേ, സ്റ്റെഫിനെ എല്ലാവർക്കും അറിയാം. പിന്നെ ബിഹൈൻഡ് ദ ക്യാമറ ആയതുകൊണ്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലേ? കറക്റ്റ് അല്ലേ? കുറെ വേറെ ബോസ് അറിയണമെങ്കിൽ നമുക്ക് വർത്താനം പറയാം. ഓക്കെ, വരും. ഓക്കെ. സാറിനോടായിരിക്കട്ടെ ഫസ്റ്റ്, ഇതവിടെ നിൽക്കട്ടെ, അതൊക്കെ ചോദിക്കാം. ടെൻഷൻ ഉണ്ട്? ഇല്ല. ഇപ്പം സാറിനോട് ചോദിക്കുമ്പോഴത്തേക്ക് അതിനെക്കാട്ടിലും ടെൻഷന്റെ ഫേസ് ആണ് സാറിന്റെ ഫേസിൽ. എനിക്കൊന്നുമില്ല, ഞാൻ വളരെ ഫ്രീ ആയ മനുഷ്യനാണ്. ഞാൻ മൊത്തത്തിൽ നമ്മുടെ ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് ഈ ഒരു ഏരിയ ഒക്കെ പഠിക്കുകയായിരുന്നു. എന്നതാ പഠിച്ചത്? കാരണം എനിക്ക് കളർ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും, കാരണം ഞാൻ പല എപ്പിസോഡും കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഈ ഒരു വെറൈറ്റി എനിക്ക് ഈ ടോൺ സാധാരണ സെറ്റിൽ കാണാത്തൊരു ടോണാണിത്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ ഒന്ന് ഏറ്റ് മേടിക്കാം. ഒരു ഡയറക്ടർ അല്ലേ, അപ്പൊ പിന്നെ അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കണ്ണിൽ പെടുന്നത്. ഫസ്റ്റ് സർ ഏതാണ് ചെയ്തത്? ആഡ് ഫിലിം ആണ്? ഞാൻ ശരിക്കും എന്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഫിലിമിൻ ഷൂട്ടിൽ നിന്നാണ്. ശരിക്കും ഡ്രാമയായിരുന്നു ഞാൻ ആദ്യം. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഡ്രാമ, നല്ലൊരു ഡ്രാമ ആർട്ടിസ്റ്റ് ആവണമെന്ന് ആഗ്രഹമായിരുന്നു. സ്കൂൾ ഓഫ് ഡ്രാമയിലെത്തണം. അങ്ങനെ ഒരു ലോകപ്രശസ്തനായ ഒരു നാടക നടനാവാൻ ആഗ്രഹിച്ച മനുഷ്യൻ. സിനിമ എനിക്ക് ഒരു താല്പര്യമില്ലായിരുന്നു. സിനിമ കാണുന്നോ അല്ലെങ്കിൽ സിനിമ എൻ്റെ വീട്ടിൽ നിന്ന് കാണാൻ പോകുമ്പോൾ തന്നെ ഞാൻ അവരെ കളിയാക്കും, നിങ്ങൾക്കൊക്കെ പ്രാന്താണോ സിനിമ കാണാൻ പോകണം. എനിക്ക് സിനിമ ഇഷ്ടമില്ല, സിനിമയോട് യാതൊരു താല്പര്യമില്ല, സിനിമ നടന്മാരോട് താല്പര്യമില്ല. അങ്ങനെ അന്നൊക്കെ ഈ ദൂരദർശനിൽ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ പണ്ട് ഒരു മലയാള സിനിമ ഉള്ളപ്പം ഞാൻ ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോകും. കാരണം അടുത്ത വീട്ടാൾക്കാരൊക്കെ സിനിമ കാണാൻ പോകും. എനിക്ക് ഇഷ്ടമില്ല സിനിമ, നാടകമായിരുന്നു എൻ്റെ ലോകം. അങ്ങനെ ഓട്ടോമാറ്റിക്കലി കോളേജ് ജീവിതം നടന്നപ്പം, ഡിഗ്രി കഴിഞ്ഞപ്പം പെട്ടെന്നൊരു ചേഞ്ച്, കാരണം വീടിനടുത്ത് എൻ്റെ ഒരു ട്യൂഷൻ ടീച്ചറിൻ്റെ കല്യാണം നടന്നു. ആ കല്യാണം നടന്നപ്പം എൻ്റെ വീടിൻ്റെ മുന്നിലാണ് പാർക്കിംഗ് നടക്കുന്നത്, എല്ലാ വണ്ടിനും പാർക്കിംഗ്. അവിടെ ഒരു മാരുതി ഒമ്നി വാൻ കൊണ്ട് നിർത്തി. നോക്കുമ്പോൾ അതൊരു വീഡിയോഗ്രാഫേഴ്സിൻ്റെ വണ്ടിയാണ്. അതിൽ നടുക്കൊരു വീഡിയോഗ്രാഫിയുടെ പേരെഴുതിയേക്കുക. അവർ പെട്ടെന്ന് ഡോർ തുറക്കുന്നു, ക്യാമറ എടുക്കുന്നു. അപ്പോൾ വീഡിയോഗ്രാഫറെ കാണാൻ ഭയങ്കര ബ്യൂട്ടിയാണ്, കാരണം വളരെ ഹാൻഡ്സമാണ്. അപ്പോൾ അദ്ദേഹമാണ് അവിടെ എല്ലാം നടത്തുന്ന കാര്യങ്ങൾ. വീഡിയോഗ്രാഫർ, 2 അസിസ്റ്റൻസ്. അന്നത്തെ ഒരു കുറച്ച് കാലം മുമ്പാണ്. അപ്പോൾ എൻ്റെ മമ്മി എല്ലാം കുറച്ച് ടൈമെല്ലാം കഴിഞ്ഞ് പറഞ്ഞു, ആ കല്യാണമൊക്കെ അന്ന് ഉച്ചയ്ക്ക് കഴിഞ്ഞു, ഒരു ഹിന്ദു മാരേജ് ആയിരുന്നു. മോനെ നിനക്കിത് പഠിക്കാൻ പോയിക്കൂടെ? കാരണം മമ്മി നോക്കുമ്പോൾ ഒരു വലിയൊരു സ്റ്റാറാണ്, അയാളാണ് ഇതെല്ലാം നടത്തുന്നത്. ഒരു ലീഡർഷിപ്പ് ഭയങ്കര സംഭവമാണ്. അപ്പോൾ എനിക്ക് ക്യാമറ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല, ക്യാമറ ഒന്നും അറിയത്തില്ല അങ്ങനെ. അപ്പം ഞാൻ മമ്മി പറഞ്ഞപ്പോഴത്തേക്കിന് പറഞ്ഞു ഇതെന്ത് സംഭവം. അപ്പോൾ ടെക്നിക്കലായിട്ട് എന്തെങ്കിലും പഠിക്കണമെന്നൊരു മൈൻഡ് ആ സമയത്തുണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് മറ്റേ ഓട്ടോമൊബൈൽ എഞ്ചിനീയറൊക്കെ താല്പര്യമായിരുന്നു. നാടകം ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രൊഫഷൻ നോക്കാം. അങ്ങനെ പിറ്റേന്ന് ഞാനിങ്ങനെ പത്രത്തിൽ കാണാണ് ഒരു അക്കാഡമിയെക്കുറിച്ചിട്ട്, ഫിലിം അക്കാഡമിയെക്കുറിച്ചിട്ട്, അത് എൻട്രൻസ്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ അതിൽ പെടുന്നു. സിനിമാറ്റോഗ്രാഫിയാണ് ഞാൻ പഠിച്ചത്, ഡയറക്ഷൻ പഠിച്ചിട്ടില്ല. അങ്ങനെ കറങ്ങി അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ എത്തി. പിന്നീട് നാടകം കണ്ടിട്ടേ ഇല്ല. പിന്നീട് ശരിക്കും പറഞ്ഞാൽ പുള്ളിയാന്ന് ശരിക്കും ഇൻസ്പയർഡ് ആയി. ഹാൻസം ലുക്കും ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും എല്ലാം കണ്ടപ്പോ നാടകം വേണോ, ഇത് വേണോ, അല്ലെങ്കിൽ അമ്മ പറഞ്ഞെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇതിൽ കയറി ചാടേണ്ട കാര്യം. അങ്ങനെ അയാളാണ് പറയുകയാണെങ്കിൽ, കാരണം അമ്മയുടെ ഒരു സപ്പോർട്ടും അയാളുടെ ഒരു ഫിഗർ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അപ്പൊ എന്തോ ആൾക്കാർ ഭയങ്കര ഒരു ബഹുമാനം കിട്ടുന്ന ഒരു സംഭവം എനിക്ക് തോന്നി. അങ്ങനെ ഓട്ടോമാറ്റിക്കലി എത്തി. പിന്നീട് ചെന്നൈയിലെ ജീവിതം, കാര്യങ്ങൾ, പിന്നീട് സ്ട്രഗിൾ ചെയ്തോ ചെന്നൈയിൽ? ഭീകരമായിട്ട്. അപ്പൊ ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ലിയോൺ നമ്മുടെ ഫീൽഡിലേക്ക് വന്നത്. അപ്പൊ അതിന്റെ ഒരു സുഖം ഇപ്പൊ ഉണ്ട്, അതിൻ്റെ ഒരു സുഖമുണ്ട്, പിന്നീട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പിന്നെ അനുഭവമാണ് വലിയ പാഠപുസ്തകം എന്ന് പറഞ്ഞ പോലെ. പിന്നെ നമുക്ക് ഓരോ ഏജ് കഴിയും തോറും പാഠം അങ്ങനെ, പിന്നെ ഡേ ബൈ ഡേ നമുക്ക് ഓരോ ലെസൺസ് ആണ് നമ്മുടെ മുന്നിൽ വരുന്നത്. ഇനി സ്റ്റെഫി,
ഓ റെഡി ആയിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നവരാ എന്നോട് ചോദിക്കും, ഞാൻ പറയാം. അതാ അതെ. സ്റ്റെഫി ഇതിലേക്ക് എങ്ങനെയാ വന്നേ? ഞാൻ മോഡലിംഗ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഡാൻസ് ചെയ്തിട്ടുണ്ട്, ആ ചേച്ചിക്കൊക്കെ അറിയാലോ, കിട്ടിയിട്ടുണ്ട്, പിന്നെ ഇതൊക്കെ എനിക്ക് അറിയാം, പക്ഷെ എൻട്രി അറിയില്ല. ഐ മീൻ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ഷീസ് എൻ അഡ്വക്കേറ്റ്. അതെ, അതിനുള്ള എന്താ പറയുക, ഭയങ്കര വർത്താനം പറയോ. ഒറ്റ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ ആരാ ജയിക്കുന്നത്? വഴക്കുണ്ടാകും സ്വാഭാവികമായിട്ടും. നമ്മൾ തോൽവി സമ്മതിക്കുന്ന ഒരാളാണ് ഞാൻ, സ്റ്റെഫി. കാരണം തോൽവി സമ്മതിക്കുന്ന അംഗീകരിച്ചോ? സ്റ്റെഫി ജയിച്ചെന്നല്ല, ഞാൻ തോൽവി സമ്മതിക്കുകയാണ്. കാരണം പുള്ളിക്കാരുടെ വഴക്ക് വെക്കാൻ ഭയങ്കര രസമാണ്. കാരണം അത് പ്രത്യേക, കാരണം ഞാൻ പലപ്പോഴും നീ കോടതിയിൽ പോയിട്ട് വാദിക്കുന്ന ഒരു കാര്യം എനിക്ക്, കാരണം ലാംഗ്വേജിന്റെ ഒക്കെ ഭയങ്കര, കാരണം ചില ഇപ്പോഴും ആൾക്ക് ചില ലാംഗ്വേജ്, അതായത് മലയാളത്തിനല്ല വാക്കുകൾ അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാകുന്നില്ല. 2-3. അപ്പൊ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഈ പറഞ്ഞ വാദി പ്രതിയാകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വരാം. പക്ഷെ എങ്കിലും കുഴപ്പമില്ല, ചെയ്യാറുണ്ട്. അതാണ്. അപ്പൊ അതിൽ ആര് ചോദിക്കും, ഇവിടെ തോറ്റു തരുന്നോണ്ട് മാത്രം സ്റ്റെഫി ജയിക്കുന്നു അങ്ങനെയല്ല. അങ്ങനെ അപ്പൊ കോടതിയിൽ പോയി വാദിച്ചിട്ടുണ്ടോ? വാദിച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നേ ഉള്ളൂ, ഇൻഡിപെൻഡന്റ് ആയിട്ടില്ല. പ്രാക്ടീസ് ഇഷ്ടമായിരുന്നു ഈ പ്രൊഫഷൻ? ഇഷ്ടം അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു എനിക്ക്. ശരിക്കും സത്യം എനിക്കുണ്ടല്ലോ ഒരു എയർ ഹോസ്റ്റസ് ഒക്കെ ആവണമെന്നായിരുന്നു ആഗ്രഹം. അമ്മയുടെ വലിയ നിർബന്ധമായിരുന്നു ഒരു പ്രൊഫഷണൽ കോഴ്സ് വേണമെന്ന്. അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ആയിക്കോട്ടെ, ഞാൻ അഡ്വക്കേറ്റ് ആയി. പക്ഷെ ഇപ്പം ഇഷ്ടമാണ്, ഇഷ്ടമല്ല എന്നല്ല, എന്റെ ആഗ്രഹം അല്ലല്ലോ, നിർബന്ധപൂർവ്വം ഒരാൾക്ക് വേണ്ടി ചെയ്തതല്ലേ. അതെ, അപ്പൊ അമ്മയുടെ ആഗ്രഹം സാധിച്ചു. പക്ഷെ എനിക്കിപ്പോ ഇഷ്ടമാണ്. ഇടയ്ക്ക് ഞാൻ പോവാറുണ്ട്, ഫാമിലി കോർട്ടിലായിരുന്നു, കൗൺസിലിങ്ങിനൊക്കെ ഇരിക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള കേസുകൾ തുടങ്ങിയോ? ഇഷ്ടമാണ്, കുഴപ്പമില്ല. അപ്പൊ ഇപ്പൊ ഭാവിയിൽ ഒരു വലിയ നല്ലൊരു അഡ്വക്കേറ്റ് ആയാൽ which one you will choose? ഈ കരിയർ ആണോ അതാണ്? അത് ഞാൻ ഇതേ സെലക്ട് ചെയ്യുള്ളൂ. എത്ര പേര് ഇങ്ങനെ ലൈനിൽ നിൽക്കുന്നുണ്ടാവും, മാഡം ഇതൊന്ന് ബാധിച്ചു തരൂ, ഞങ്ങളെ ജയിപ്പിച്ചു തരൂ എന്നൊക്കെ പറഞ്ഞ് വന്ന് നിൽക്കുമ്പോ. ഫാമിലി കോർട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതെനിക്ക് ഇഷ്ടമാണ്. ഫുള്ള് ട്രാക്ക് ഭയങ്കര രസമാണല്ലോ, സീരിയലൊക്കെ അങ്ങനെയൊക്കെ കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ശരി, കൗൺസിലിംഗിന് വരുന്ന ആൾക്കാരോട് ആരെങ്കിലും മോൾ ഇങ്ങനെ കൗൺസിൽ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെയൊക്കെ നേരെയാക്കി വിടാറുണ്ട്. അതുകൊണ്ട് കാരണം വെച്ചാൽ പുള്ളിക്കാരി വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയത്, രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് വലിയൊരു കൽപ്പണി കഴിഞ്ഞ ഫീൽഡാണ് ആൾ വരുന്നത്. കാരണം ഈ കൗൺസിലിംഗ് ഭയങ്കര ഇതാണ്, സ്ട്രെസ്സാണ്. കാരണം ഇവരുടെ ഈ നെഗറ്റീവ് ഉണ്ടല്ലോ, ഇവർ പറഞ്ഞ സംഭവം എല്ലാം പറഞ്ഞ് ഓർത്തോണം. സ്റ്റെഫിയുടെക്കാളും ഒരു 10 മടങ്ങ് വലിപ്പമുള്ളതും പ്രായമുള്ളതും അനുഭവങ്ങളുള്ള ആൾക്കാരാണ് സ്റ്റെഫിയുടെ അടുത്തേക്ക് വന്ന് അവരുടെ വിഷയം പറഞ്ഞത്. 45 വയസ്സ് 50 വയസ്സുള്ള ഒരു ആന്റി വന്നിട്ട് അവർ ഡൈവോഴ്സ് ചെയ്യാൻ പോവാണ്. അങ്കിളിനെ ആന്റി ഡൈവോഴ്സ്. അപ്പൊ കെട്ടിച്ചു വിട്ട മക്കളൊക്കെ ഉണ്ടോ, അവരുടെയൊക്കെ സംഭവം കേട്ട് ഈ സാധനം ഭക്ഷണം പോലും കഴിക്കാണ്ട് ഇങ്ങനെ വന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനി മേലാൽ ഒരു കൗൺസിലിംഗ് ഒന്നും വേണ്ട. കാരണം നമുക്ക് ടയേർഡാകണം, മെന്റലി ഇങ്ങനെ ഡൗൺ ആയിട്ട്. അങ്ങനെ അവരൊക്കെ പിന്നീട് അവർ ഭയങ്കര സ്ട്രോങ് ആയി. അവരെ കാണുമ്പോൾ അവരെല്ലാം ഭയങ്കര മോളെ ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞു. 40 വർഷമായിട്ട് വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞാൽ 35 വർഷം 40 വർഷം ആൾക്കാർ ഡൈവോഴ്സ് ചെയ്യാൻ പോവാണ്. അപ്പൊ അവരുടെ മോടെ പ്രായമുള്ള ഇവളെ കണ്ടപ്പോൾ വലിയ ഉപകാരം, ഞങ്ങൾ ഒന്നിപ്പിച്ചെന്ന്. എനിക്ക് അതിനകത്തെ കോമഡി ഒന്നും മനസ്സിലാകും, ഒന്നിപ്പിക്കും. അങ്ങനെ സിനിമ എടുക്കാൻ നല്ല രസമാണ് അവരുടെ. ഇത് പറഞ്ഞ പോലെ ഭയങ്കര അവീത ട്രാക്കാണ്. കറക്റ്റ് നമുക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുകയല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ 50 വയസ്സായ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ വന്ന് സ്റ്റെഫിയുടെ അടുത്ത് കോംപ്രമൈസ് ചെയ്തറിയാമോ ചേച്ചി? എനിക്ക് തോന്നുന്നു അവരുടെ കുറെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താന്നുള്ളത്. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ അവർ ചിന്തിക്കാൻ തുടങ്ങും, അയ്യോ ഇത് ശരിയല്ലേ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ അങ്ങോട്ട് ചിന്തിച്ചില്ലല്ലോ. പക്ഷെ എനിക്ക് അതിനു വേണ്ടി നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകും. പിന്നെ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ലിയോച്ചോട് പറയണം. അപ്പൊ പുള്ളിക്കും അത് കേൾക്കുന്നത് എന്ത് സംഭവം ഇന്നിപ്പോ ഞാൻ ഇല്ലാണ്ട് ഒറ്റയ്ക്ക് വന്നിട്ടെങ്കിൽ മാഡം പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്നെ മാഡം വിളിക്കല്ലേ, ചേച്ചി പറയണ എല്ലാ കാര്യങ്ങളും. അപ്പൊ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു, എന്നെ ഒരിക്കലും സാറൊന്നും വിളിക്കരുത്. ഡയറക്ടർ അല്ലേ, ഞങ്ങളുടെ സ്കൂളിംഗ് അങ്ങനെ അല്ല, അങ്ങനെ വിളിക്കില്ല. കാരണം എനിക്ക് അന്ന് ലിയോൺ വിളിക്കാം. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം, ഹാപ്പി കേട്ടോ. കാരണം എനിക്കത് എനിക്കത് കാരണം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഞാൻ ഇതാ പറയുന്നത്, ഒരു എഡിറ്റിങ്ങിന്റെ ഫോർമാറ്റ് എന്തെന്ന് കണ്ട് മനസ്സിലാക്കിയ ഒരു സംവിധായകന്റെ വൈഫാണ്. അതിനപ്പുറം മലയാളത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു നായികയായിരുന്നു. അതിൻ്റെയൊക്കെ മുന്നേ നമ്മളിരിക്കുമ്പോൾ നിങ്ങളിന്ന് പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. സാറിന്ന് പഠിച്ച ഷായി സാറിന് പഠിച്ച കാര്യങ്ങളുണ്ട്.
ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുടെ ഫാമിലി ഫോട്ടോ ഇതിനിടയ്ക്ക് വേറെ സംഭവം ഉണ്ട്. ഞങ്ങളുടെ കൂടെ സായി സാറിന്റെ മക്കളെ കണ്ടു. കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ഇന്ത്യൻ കോഫീസ് നിന്ന് 3 ആൾക്കാർ നല്ല അടി അടിക്കുന്നത്. അപ്പൊ ഞങ്ങൾ അപ്പൊ അങ്ങനെ കാരണം എനിക്ക് മക്കളെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇനി മോളുടെ കാര്യം ചെയ്യും. അപ്പം അത് നമ്മൾ അഡ്വക്കേറ്റ് കുറച്ച് താത്ത് വെച്ചേക്കുക. ഇപ്പൊ നമുക്ക് മോഡലിംഗും ആക്ടിങ്ങും ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതെ. ഇപ്പൊ സോഫാർ എത്ര ഫിലിംസ് ചെയ്തു? ഫിലിം 2 ചെയ്തിട്ടുള്ളൂ. കഥാവിശേഷൻ, ലൈഫ് ലിയോചന്റെ പടമാണ്. അവിടെയാണോ നിങ്ങൾ തമ്മിൽ കണ്ടേ? അല്ല, പിന്നെ കണ്ടതൊക്കെ അതിന് മുമ്പേ. ഞാനൊക്കെ എഴുതിയേ കല്യാണം കഴിഞ്ഞ വിട്ടെന്ന് ലൈഫിലൂടെ സ്റ്റെഫിക്ക് ഒരു ലൈഫ് കൊടുത്തു. ലൈഫിന്റെ സത്യത്തെ അങ്ങനല്ല. കാരണം അത് എന്നാ പിന്നെ നിങ്ങൾ സത്യം പറഞ്ഞു. സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു മ്യൂസിക് ആൽബം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ഫൈറ്റൊക്കെ അറിയാവുന്ന ഒരു കുട്ടീനെ വേണം. കുറച്ച് പോർഷൻ ഫൈറ്റ് സംഭവമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടോട് ചോദിച്ചിങ്ങനെ ഫൈറ്റ് പുതിയൊരാളെ കൊണ്ടുവന്നു. അപ്പോൾ പറഞ്ഞു കാലിക്കറ്റ് ഒരു കുട്ടിയുണ്ട്, ഫൈറ്റൊക്കെ അറിയാം, ഭയങ്കര ജാടയാണ്, രാഷ്ട്രപതിയിൽ നിന്ന് അവാർഡ് വാങ്ങിയിട്ടുണ്ട്, NCC നാഷണൽ കേഡറ്റാണ്. പിന്നെ പോരാത്തതിന് TV ചന്ദ്രൻ്റെ ഫ്രണ്ടാണ് പുള്ളിക്കല്ല അവളുടെ അപ്പൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കഥാവിശേഷം പടത്തൊക്കെ അഭിനയിച്ചു. എൻ്റെ ഈ ഷോപ്പിൻ്റെ മുന്നിൽ നിന്നാണ് കോളേജിൽ പോകും വണ്ടി കയറുന്നത്. കാരണം അവിടെ മാവൂർ റോഡ് എന്ന സ്ഥലത്ത്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, സംഭവമല്ല, ഞാനിത് കെട്ടാൻ വേണ്ടിയിട്ടല്ലോ, എനിക്ക് ഫൈറ്റ് അറിയാൻ വേണ്ടി ഒരാളെ. അതിന് നീ ഇത്രമാത്രം ഈ ഇൻട്രോഡ് ആവശ്യമില്ല. നമ്പറൊക്കെ ഉണ്ട്, അത് നമുക്ക് കണക്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ നമ്പറൊക്കെ എടുത്ത് ഞാൻ കാലിക്കറ്റ് എത്തി. ഞാൻ ഈ പുള്ളിക്കാരുടെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് വന്ന ഒരു സന്ധ്യ സമയത്തായിരുന്നു. എൻ്റെ കൂടെ 3-4 ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഈ ഓടി ഇങ്ങനെ അകത്തേക്കൊക്കെ പോയപ്പോൾ മനസ്സിലായി മാർഷൽ ആർട്സ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ബോഡി ലാംഗ്വേജ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ മാർഷൽ ആർട്സ് ചെയ്യുന്നത് മനസ്സിലായി. അപ്പോൾ അവിടെ നിന്ന് കാര്യമൊക്കെ സംസാരിച്ച് പുള്ളിയുടെ ഫാദർ ഉണ്ട്, അമ്മയുണ്ട്, കുഴപ്പമില്ല, നാളെ മറ്റന്നാളാണ് കോളേജ് പഠിക്കല്ലേ, ഡിഗ്രിക്ക് പഠിക്കുന്നു, നാളെ മറ്റന്നാളും കോളേജില്ല. ഞാൻ പറഞ്ഞ അർജൻറ്റാണ് ഇങ്ങനെ ഒരു സംഭവം ഫൈറ്റ് വന്ന് ചെയ്തു, കുഴപ്പമില്ല, പറയുന്ന സംഭവം ചെയ്യുന്നു. അപ്പോൾ എനിക്കൊരു 2-ാം ദിവസം ഉച്ചയ്ക്ക് മനസ്സിലായി ഇത് ജാടയല്ല. എൻ്റെ ക്യാമറമാനും പറഞ്ഞു ഈ കൊച്ചിന് ജാടയൊന്നുമില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുള്ളിക്കാരുടെ ഒരു ഷോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പേരൻസിനടുത്ത് പോയി നമ്മുടെ ജോലി കഴിഞ്ഞാൽ പിന്നെ അവിടെ മറ്റൊരാളോട് സംസാരിക്കോ അല്ലെങ്കിൽ ഒന്നുമില്ല. നേരെ പോയിട്ട് അപ്പൻ്റെ അമ്മയുടെ നടുക്കിരിക്കും. അപ്പൻ്റെ അമ്മയുടെ നടുക്കിരിക്കുന്ന മറ്റൊരു വശമുണ്ട്. കാരണം അവരിങ്ങനെ ചോറൊക്കെ എടുത്ത് കൊടുക്കും. പാമ്പറിങ്, ഭയങ്കര പാമ്പറിങ്. ഈ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ ഓറഞ്ചൊക്കെ ഇങ്ങനെ അതിൻ്റെ അല്ലി ഇങ്ങനെ എടുത്ത് ഓരോന്നോരോന്നൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ അതങ്ങ് തിന്നുകൊണ്ടിരിക്കുന്നു, വീണ്ടും വരുന്നു, ചെയ്യുന്നു. അപ്പോൾ അതിന് അതേ മനസ്സിലാവുന്നു. അത് ഈ ജാട ഫീൽ ചെയ്തല്ല, ചിലത് മനസ്സിലാവാത്തതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞ് പുള്ളിക്കാരെ അതിൻ്റെ വഴിക്ക് പോയി. പിന്നീട് വീണ്ടും ഒരു 4-5 മാസം കഴിയുമ്പോൾ അടുത്തൊരു വർക്കിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ വിളിച്ചതല്ല, പുള്ളി തന്നെ മോഡലായിട്ട് വന്നു. അല്ല സത്യം, മോഡലായിട്ട് വന്നു. ഒരു ബുക്കിൻ്റെ ഒരു മോഡലായിട്ട് വന്നു. അപ്പോൾ എനിക്ക് ആ സമയത്ത് എനിക്ക് പ്രണയമോ കാര്യങ്ങളോ ഈ കൂട്ടിനെ കല്യാണം കഴിക്കണമെന്ന് ഒരു യാതൊരു താല്പര്യമില്ല. ഞാൻ എൻ്റെ വേറൊരു മൂഡായിരുന്നു, എൻ്റെ പണിക്ക് പോയി. അതും കഴിഞ്ഞ് അടുത്തൊരു സംഭവം, അടുത്തതിനകത്ത് 3 ലേഡീസിനെ വെച്ചിട്ടൊരു സാധനം വന്നു. അതൊരു അപ്പോൾ ഏകദേശം 5-8 മാസം കഴിഞ്ഞു. അതിനകത്ത് വന്നപ്പോഴത്തേക്കും ലിയോ ചേട്ടാ എനിക്ക് ഡയറക്ഷൻ പഠിക്കാൻ താല്പര്യമുണ്ട്. ഞാൻ ഡയറക്ഷൻ എന്ത് പഠിക്കുന്നത് പാഷനാണ്, അതോ ഇത് പ്രൊഫഷണലായിട്ട് ചെയ്യാൻ അത് എന്താ ഉദ്ദേശിക്കുന്നത് കൊണ്ട് അതല്ല. ഞാൻ ഇത് പഠിക്കണമെന്നപ്പോൾ എൻ്റെ പപ്പ പറഞ്ഞ് പഠിക്കുകയാണെങ്കിൽ നീ അന്ന് വന്നില്ലേ അവൻ്റെ ഒപ്പം തന്നെ പോകാവുള്ളൂ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് ഇത് പറയുന്നത്. കാരണം നമ്മൾ ഇങ്ങനെ വായുവിൽ നിന്ന് ഉണ്ടാക്കുന്ന സംഭവം സ്പോട്ടായിട്ട് പറഞ്ഞ കാര്യം ചെയ്തു, അങ്ങനത്തെ അങ്ങനെ ചെയ്തു. അപ്പം അത് കണ്ട് പഠിക്കാനാണെങ്കിൽ എന്തിനും പഠിക്കുകയാണെങ്കിൽ അയാളുടെ ഒപ്പം പഠിച്ചാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക് വർക്ക് വന്നു. ഞാൻ പറഞ്ഞാണെങ്കിൽ മോട്ടറിൻ്റെ അടുത്ത് നിന്നോ ഒരു ഷോർട്ട് കഴിഞ്ഞ് വന്ന് നിന്നു. കുറച്ചേരൊക്കെ ഒന്ന് അതതിൻ്റെ വഴിക്ക് പോയി. ഇതങ്ങനെ പഠിക്കുന്ന സംഭവമല്ലോ. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഞാനൊരു പള്ളിയിൽ വെച്ച് കണ്ടു, കോഴിക്കോട്. ഞാൻ കാലിക്കറ്റ് ഉണ്ട്. അപ്പം അവിടെ വെള്ളിയാഴ്ച പള്ളി വെച്ച് സ്റ്റെഫി ഞാൻ പറഞ്ഞു ശരി. ഞാൻ ഫോണൊന്നും പുള്ളിക്കാരത്തി മൊബൈൽ ഫോണൊന്നുമില്ല ആ സമയത്ത്, ലാൻഡ് ഫോണേ ഉള്ളൂ. അതിൻ്റെ പിറ്റേന്ന് ഇവളൊക്കെ പള്ളിയിൽ നിന്ന് കണ്ടതിൻ്റെ പിറ്റേന്ന് ഞാൻ ലാൻഡ് ഫോണിൽ വിളിച്ചു. ഞാൻ പറഞ്ഞു ഹലോ സ്റ്റെഫി എന്താണ്? അപ്പോൾ പറഞ്ഞു ഇന്നാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം പറയാൻ വിളിച്ചാണ്, വേറെ ഒന്നുമല്ല. കുട്ടി ആരെങ്കിലും പ്രണയിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഡയറക്റ്റായിട്ട് ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? എന്നെ ഒരുപാട് പ്രണയിക്കുന്നുണ്ട് ചേട്ടാ. സംഭവം കോളേജിലിങ്ങനെ ഞാൻ വേറെ ഒന്നുമല്ല, കുട്ടി ഡാൻസ് കളിക്കും, അങ്ങനെയൊക്കെ ഇതൊക്കെ എന്തൊക്കെയാണ് ഒരു അഫെയറൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. കോളേജ് ലൈഫൊക്കെയാണ്. ഞാൻ വേറൊരു ലോകമാണ്. ഞാനിപ്പോൾ ചോദിച്ചെന്ന് വെച്ചാൽ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അല്ല മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ഞാൻ കയറിയിട്ട് മാന്തേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയൊക്കെ പലരും പറയുന്നുണ്ട്, മേലെ ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞാൽ വിളിക്കാൻ പാടില്ല, ഓക്കെ കട്ട്. ഞാൻ നിർത്തി. ഞാൻ എല്ലാം കഴിഞ്ഞു. പിന്നെ സംഭവം മോശമല്ലേ, ഞാൻ ചോദിച്ചു, കുട്ടിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അത്ര ഡയറക്റ്റായിട്ട്, അല്ലാണ്ട് വേറെ അതിനെ നോക്കി മീഡിയേറ്റേഴ്സ് ഒന്നുമില്ല. ഡയറക്റ്റ്. ആരെങ്കിലും ഉണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ പറയണം, എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റാം പറഞ്ഞു. പിന്നെ ഒരു ആണല്ലേ, താങ്ക് യു. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് സ്റ്റെഫി എന്നെ വിളിക്കുകയാണ്.
6 മാസം കഴിഞ്ഞു. ഹലോ ലിയോ ചേട്ടാ, ഞാൻ MG റോഡിലൂടെ നിൽക്കാം. അതെ, അന്ന് പറഞ്ഞ കാര്യത്തിന് 6 മാസം കഴിഞ്ഞപ്പോഴാണ് 6 മാസം കഴിഞ്ഞിട്ടാ കത്തിയത്. 6 മാസം കഴിഞ്ഞു കത്തിയതല്ല, ഞാൻ ഒന്ന് പഠിച്ചതാ. ലിയോ ചേട്ടാ അന്ന് പറഞ്ഞ കാര്യം എന്ത് കാര്യം ഇച്ചിരി ചാടയിട്ട് അന്ന് അല്ല ചേച്ചി, എനിക്ക് സംഭവം മറന്നുപോയി. മറന്ന ഞാൻ ഇത് അങ്ങനെ പോണില്ലോ. അന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് എനിക്കും കുഴപ്പമൊന്നുമില്ല. ഞാനൊന്ന് ചിന്തിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, പള്ളിയിൽ അതിനുവേണ്ടി പോയി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തോന്നി കുഴപ്പമില്ല, പ്രൊസീഡ് ചെയ്യാന്നുള്ള സംഭവം തോന്നി. അപ്പം ഞാനും കല്യാണം കഴിക്കാൻ വേണ്ടി തയ്യാറാണ്. അപ്പോൾ ഞാൻ MG റോഡിൽ നിൽക്കുന്നത് ഞാൻ ശരി. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നപ്പോഴൊക്കെ മമ്മി പറഞ്ഞു, ഒരു കുട്ടി വിളിച്ചായിരുന്നല്ലോ ഇടയ്ക്കിടയ്ക്ക് എന്റെ വീട്ടിൽ വിളിച്ചിട്ട് എന്റെ മമ്മിയോട് ചോദിച്ചു, മമ്മി ഇങ്ങനെ മോൻ ഇങ്ങനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു, ഒന്ന് ഓർത്ത് നോക്കണേ. പറഞ്ഞു മമ്മിയുടെ അഭിപ്രായം എന്താ മോനെ കുറിച്ചൊന്നും. മമ്മി അന്തപ്പെട്ടു. അമ്മ പറയും മോശം പറഞ്ഞു. 5 മിനിറ്റോ 10 മിനിറ്റ് പിൻ ഡ്രോപ്പ് സൈലന്റ് ആണ് ഏരിയ വിളി. അങ്ങനെ വന്നു മമ്മി ഇങ്ങനെ പറഞ്ഞു. അപ്പൊ മമ്മിക്ക് താല്പര്യമൊക്കെ ആയി. ഇവിടെ ഇങ്ങനെ ആ റൂട്ടൊക്കെ വന്ന് മൊത്തത്തിൽ ഒരു നമ്മൾ സാധാരണ ഒരു ലോൺ എടുക്കുമ്പോൾ അയാൾ വന്നിട്ട് ആ ഏരിയ മുഴുവൻ പഠിക്കും. നമുക്ക് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ആ ഒരു ഏരിയ മൊത്തം ആ കോർപ്പറേഷൻ മുഴുവൻ പഠിച്ചിട്ട് ആണ് എന്നോട് 6 മാസത്തെ ഒരു പഠനം നടത്തിയിട്ട് എന്നോട്. പിന്നീട് ഒരു 6 വർഷം കഴിഞ്ഞു അല്ലേ, പിന്നീട് 6 വർഷം കഴിഞ്ഞു ഞാൻ കല്യാണം കഴിച്ചു. പിന്നെ 6 വർഷം 6 വർഷം എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നു. അപ്പൊ പെങ്ങളെ കല്യാണം കഴിച്ച് വിട്ടിട്ട് ആങ്ങളെ കെട്ടുന്നതാണ് നമുക്കൊരു രീതി. അപ്പൊ അതിനൊന്ന് ഒരാളെ ഏൽപ്പിക്കണം, അതിൻ്റെതായ സംഭവം കഴിയണം. അത് കഴിഞ്ഞു. പിന്നെ ഒരു ആഗ്രഹം പണ്ടേ പറയായിരുന്നു, ഒരു സിനിമ റിലീസ് ചെയ്തിട്ട് മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. പണ്ടുമുള്ള ആഗ്രഹം സിനിമയിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ ഒരു പടം കേരളത്തിൽ ഒരു ദിവസം ഓടിയിട്ട് ഞാൻ പെണ്ണ് കെട്ടത്തുള്ളൂ. അത് അന്ന് ഒന്നും അല്ല. കറക്റ്റ് പടം ജനുവരി മാസം റിലീസ് ചെയ്തു, മാർച്ച് 3-ാം തീയതി ഞാൻ കല്യാണം കഴിച്ചു. ഇനി സ്റ്റെഫിയുടെ കാര്യങ്ങൾ പറയും. അമൃതയിൽ ഒരു സീരിയൽ ചെയ്തില്ലേ, ക്ഷണപ്രഭാ ചഞ്ചലം. യെസ്, അത് നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തത്. അനുരാധ. യെസ്, നല്ലൊരു കുറച്ച് ഡീപ്പായിട്ടായിരുന്നു. തമ്പി സാറായിരുന്നു അതിന്റെ ഡയറക്ടർ. പുള്ളിയുടെ ക്ലാസ്സുകളൊക്കെ ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ് ഡയറക്ടർ. അപ്പം രസമാണ് അത്. ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഫീലാണ് ആ ഒരു ക്യാരക്ടറിനെയും ആ ഒരു സെറ്റും സാറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ. ആദ്യം ഫിലിം ചെയ്തു കഥാവിശേഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ലിയോ ചേട്ടൻ്റെ ഈ ആൽബംസ് ആഡ്സ് ഒക്കെ ചെയ്തു. പിന്നെ പുള്ളിയാണ് മിസ് കേരളയ്ക്ക് എന്റെ ഫോട്ടോസ് ഒക്കെ കൊടുക്കുന്നത്, സപ്പോർട്ട് ചെയ്തു. ആ ഒരു 6 വർഷം കൊണ്ട് എന്റെ ലൈഫേ ചേഞ്ച് ചെയ്തു. പുള്ളി അറിഞ്ഞില്ല. പുള്ളിക്കാരുടെ മെയിൻ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എയർ ഫോഴ്സ് ആകാൻ വേണ്ടി ആഗ്രഹിച്ചു പറഞ്ഞല്ലോ. അപ്പൊ അമ്മ പറഞ്ഞു ഭൂമിയിലുള്ള പണി മതി, ആകാശത്ത് പോകണ്ട, കാരണം പാമ്പറിങ് ഉണ്ട്, ഇത് നിൽക്കത്തില്ല അവിടെ. അപ്പൊ അതുകൊണ്ട് ഭൂമിയിലുള്ളതെന്നൊക്കെ പറഞ്ഞ് നിൽക്കും. പിന്നെ ഡാൻസ് ആയിരുന്നു. കോളേജ് പഠിക്കുമെങ്കിൽ ഡാൻസ് സ്കൂൾ 3 ഉണ്ടായിരുന്നു ഇവിടെ കാലിക്കറ്റ്. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ പരിചയപ്പെട്ട കഴിഞ്ഞപ്പം ഞാൻ ആളറിയാണ്ട് ഞാൻ നേരെ ബയോഡാറ്റ എടുത്തിട്ട് അയച്ചു. 22 പേരെ സെലക്ട് ചെയ്യുന്നില്ല, സ്റ്റെഫിനെ സെലക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു നിനക്ക് മിസ് കേരള സെലക്ഷൻ കിട്ടുന്നുണ്ട്, എറണാകുളത്തേക്ക് പറഞ്ഞു. മിസ് കേരള സെലക്ഷൻ കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ വന്നു, അവിടെ എത്തിച്ചു. ഞാൻ തന്നെ കൊണ്ട് വിട്ട്. അവിടെ 8 ദിവസം ഗ്രൂമിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ അമ്മയെ കാണണ്ടൊന്നും 8 ദിവസം ഇരിക്കത്തുള്ളൂ. അങ്ങനെ അവിടെ കൊണ്ടിട്ട് 3-ാം ദിവസം ഫോൺ വന്നു എനിക്ക്. അതായത് എനിക്ക് ഭയങ്കര പനിയാണ്, എനിക്ക് ഭയങ്കര പനിയാണ്, എന്നെ എങ്ങനെയെങ്കിലും വന്ന് കൊണ്ടുപോകണം. എന്റെ കൂടെ വേറെയും കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ അവരുടെ കൂടെ ഇവർക്ക് പറ്റണില്ല. അത് വേറെ സ്റ്റൈല് വേറെയാണ്. ചമ്മന്തിന്റെ റെസിപ്പി പോലും അറിയാൻ പാടാത്ത ആൾക്കാരാണ് ഈ പറഞ്ഞ മിസ് കേരള വന്നേക്കുന്നത്. മലേഷ്യയിൽ നിന്നും തായ്ലൻഡിൽ നിന്നൊക്കെ വന്നേക്കുന്ന ആൾക്കാർ. അപ്പോൾ പറഞ്ഞ് എനിക്ക് പോകണമെന്ന്. അപ്പോൾ എനിക്ക് തോന്നി പനിയല്ല. അപ്പോൾ ഇന്ദു എന്ന് പറഞ്ഞ കോർഡിനേറ്റർ ഉണ്ട്, ഞാൻ ഇമ്പ്രസാരിയിൽ ഞാൻ വിളിച്ചു. സ്റ്റെഫിയോട് രാവിലെ ഞാൻ ചൂടായിരുന്നു, ഇച്ചിരി ലേറ്റായി പ്രയറിനെ കണ്ട് വരാൻ വേണ്ടിയിട്ട്. അതാണ് വിഷയം. അപ്പം അങ്ങനത്തെ ഒക്കെ ആയിട്ട് അവിടെ നിന്ന് അങ്ങനെ ടോപ്പ് 10-ലെത്തി, മിസ് ടാലൻ്റായി. അവിടെ കോൺഫിഡൻസ് വന്ന് എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല ചേച്ചി. ഇത് എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ നടന്നു അവിടെ. ആ ഷോയിൽ എന്തായാലും വിളിക്കാൻ വരികയല്ലെന്ന് ഉറപ്പായി. പിന്നെ നിന്നേ പറ്റത്തുള്ളൂ, എങ്ങനെയാണേലും അവിടെ നിന്നേ പറ്റത്തുള്ളൂ. സംഭവം വെച്ചാൽ മിസ് കേരളാണ് ഇവിടെ ലൈഫിന് ടേണിംഗ് പോയിന്റ് ഉണ്ട്. മിസ് കേരളയിലെ ഇപ്പൊ ഇത്രയും കണ്ടസ്റ്റന്റ് അടുത്തേക്ക് ഇവിടെ മാത്രമാണ് മലയാളം പറഞ്ഞത്. എന്റെ വികാരങ്ങൾ സംസാരിക്കണം ഞാൻ മലയാളത്തിൽ, എന്റെ പ്രണയവും സങ്കല്പങ്ങളും മലയാളം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് സംഭവം എഴുതി കൊടുത്തായിരുന്നു. അത് വെച്ചാലൊക്കെ അങ്ങനെ മലയാളം പറഞ്ഞപ്പോൾ ഫുള്ള് സംഭവം സ്റ്റെഫി കളരിയൊക്കെ പഠിച്ചേക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ സ്റ്റെഫിക്ക് ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് അവിടെ കിട്ടി ഈ കോമ്പറ്റീഷൻ നടന്നപ്പോൾ. അങ്ങനെ മലയാളം എല്ലാം പറഞ്ഞു. അപ്പം ഈ സമയത്ത് ഇത് വന്നു ടെലികാസ്റ്റ് ചെയ്തു. ഇത് ഏതൊരു ചാനലിൽ ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം നേരെ ഇതിൻ്റെ മറ്റേ അവിടേക്ക് അതിൻ്റെ കോർഡിനേറ്റേഴ്സിൻ്റെ അടുത്തേക്ക് ഡയറക്ടർ സാജൻ, പഴയ ഒരു മണി മൊത്തം സാജൻ സാറാണ് ചെല്ലുന്നത്. ആദ്യമായിട്ട് ചോദിച്ചു, ആ മലയാളം പറഞ്ഞ കുട്ടിയുടെ നമ്പർ കിട്ടുമോ എന്ന് പറഞ്ഞു. അപ്പോൾ മലയാളം പറഞ്ഞ കുട്ടിയെക്കുറിച്ച് ഇവർക്കറിയാമല്ലോ. അങ്ങനെ അവർ മലയാളം പറഞ്ഞ കുട്ടിയുടെ നമ്പർ കൊടുത്തു. അപ്പോൾ അദ്ദേഹം പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണം, ആ ചാനലിലെ ഒരു നായികയായിട്ട് വിളിക്കാൻ വേണ്ടി. അങ്ങനെ എറണാകുളത്തേക്ക് വരാൻ പറഞ്ഞു. പുള്ളിക്കാരനാണ് സത്യത്തിൽ ഇവിടെ ഈ സിനിമ കഴിഞ്ഞു. എന്റെ പടമൊപ്പം ആയിട്ടില്ല, ഓൾറെഡി കഥാവശേഷം മാത്രമേ പുള്ളിക്കാർ ചെയ്തിട്ടുള്ളൂ സ്ക്രീനിൽ. അത് കഴിഞ്ഞിട്ട് വന്നു. പിന്നെ എൻ്റെ കുറച്ച് ആഡ്സ് ഒക്കെ ഉള്ളത് നേരെ വന്നു.
അങ്ങനെയാണ് വന്ന് അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ കണ്ട് അങ്ങനെ വന്ന് ഇപ്പോഴത്തെ 8-8ഓളം ഹീറോയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ഇപ്പൊ ചെയ്യുന്ന ഏതാ? ഇപ്പം അരയന്നങ്ങളുടെ വീട്. അരയന്നങ്ങളുടെ വീട്. അപ്പൊ ഏറ്റവും ചെയ്ത ക്യാരക്ടേഴ്സിൽ ഏത് ക്യാരക്ടറാണ് ഏറ്റവും ഇഷ്ടം? ചെയ്ത ക്യാരക്ടേഴ്സിൽ എനിക്ക് ഏറ്റവും അങ്ങനെ എടുത്തു പറയാനൊന്നുമില്ല, എല്ലാം ഇഷ്ടമാണ്. കാരണം ഫസ്റ്റ് വരുന്നത് ഡബിൾ റോൾ ആയിട്ടാണ്, അമ്മയും മകളും. പിന്നീട് ഒരു ചാനലില് അഗ്നിപുത്രി എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തു. അത് കഴിഞ്ഞ് അറ്റ് എ ടൈം തന്നെ മാനസ വീണ, അതിൽ മാനസയായിട്ട്. അത് കഴിഞ്ഞിട്ട് സാഗരം സാക്ഷി ഡബിൾ റോള്, നെഗറ്റീവും പോസിറ്റീവും, അങ്ങനെ ഓരോന്ന് ചേഞ്ച് ചെയ്താണ് വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ടോട്ടലി ഡിഫറെന്റ് ആണ്. ഈ 8 ക്യാരക്ടേഴ്സും ഡിഫറെന്റ് ആണ്. സീരിയലിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഡബിൾ റോൾ ചെയ്തത് ആയിരിക്കും. ഡബിൾ റോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഒരു ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതാണോ ചോദിച്ചാൽ ഇല്ല. പിന്നെ വന്ന് നിൽക്കുമ്പം ഇപ്പം ഈ അരയന്നങ്ങളുടെ വീടിന്റെ തൊട്ട് മുമ്പാണ് ഞാൻ ക്ഷണപ്രഭാചഞ്ചലം ചെയ്തത്. അത് എൻ്റെർലി ഡിഫറെന്റ്. ഞാൻ പറ്റത്തില്ല. അപ്പം സാർ ആണെങ്കിൽ ഒരു സീനൊക്കെ എടുക്കുമ്പോൾ അതിന് വേറെ കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടാണ് എന്നെ അതിലോട്ട് ആക്കുന്നത്. അങ്ങനെ നല്ലൊരു ടാലന്റ് ഉണ്ട്. ബിക്കോസ് നമുക്കൊരു പേടി ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ക്യാരക്ടറുമായിട്ട് റിസംബിൾ ചെയ്ത് അവരങ്ങനെയല്ലേ ഇതേപോലെ ആവണം, നമ്മൾ അങ്ങനെ ആവണം, നമ്മളെ പെട്ടെന്ന് കംഫർട്ട് സോണിൽ കൊണ്ടുവരും. അപ്പൊ പിന്നെ പുള്ളിയുടെ ഒരു ട്രീറ്റ്മെന്റ് ആണ് അങ്ങനെ. അപ്പൊ അതെല്ലാം ഇങ്ങനെ കഴിഞ്ഞു. പിന്നെ അതിന്റെ ഇടയിൽ ഞാൻ ലിയോജാന്റെ സിനിമ ചെയ്യുന്നു. ആ സിനിമയ്ക്കും വേറെ ഒരു ഇതാണ്, മീനാക്ഷി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഇതുപോലെ ഒന്നും അല്ല. എത്ര വഴക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം എനിക്ക്, ഒത്തിരി വഴക്ക് കിട്ടിയിട്ടുണ്ട്. ക്യാരക്ടർ ബിക്കോസ് ഒരു ഡയറക്ടറിന്റെ കണ്ണിൽ കാണുന്ന ഒരു ക്യാരക്ടറിന്റെ ഔട്ട്പുട്ട് കിട്ടണം. അതെ. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇപ്പം അരയന്നങ്ങളുടെ വീട്ടിലെ ലില്ലിക്കുട്ടി എന്ന് പറയുമ്പം അത് വേറെ ഒരു ഇത്. അപ്പൊ എനിക്കതിങ്ങനെ ഒന്നും എല്ലാം എന്റെ സ്വന്തം കുട്ടികളാണ്. അപ്പൊ അഭിനയിക്കേണ്ടി വന്നില്ല. മോക്ക് ശരിക്കും പറഞ്ഞ ആഗ്രഹം എന്തുവായിരുന്നു? ഇനി മാരീഡ് ലൈഫായി, അപ്പൊ ശരിക്കും ആസ് എൻ ആക്ട്രസ് കണ്ടിന്യൂ ചെയ്യാനാണോ, ആസ് എ മോഡൽ കണ്ടിന്യൂ ചെയ്യാനാണോ, ആസ് ഒരു ഹൗസ് വൈഫ് കണ്ടിന്യൂ ചെയ്യാനാണോ? അങ്ങനെയില്ല. അതൊക്കെ ഇവിടെ തീരുമാനമൊക്കെ എടുക്കുന്നത് ലിയോ ചേട്ടൻ. ശരിക്കും ഞാൻ അതിനകത്ത് സ്റ്റെഫിക്ക് ഒരു പ്രശ്നവും പറയില്ല. ഐ ഓൾവേസ് സപ്പോർട്ട്. ഇത് എപ്പോഴും ഒരു നല്ല ഭാര്യയാണെങ്കിൽ ഹസ്ബൻഡ് പറയുന്നത് പോലെ ഒരു വൈഫ് മുന്നോട്ട് പോകുള്ളൂ. അതെ, തീർച്ചയായും. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ലിയോൺ ഇത്രയും സപ്പോർട്ടീവ് ഹസ്ബൻഡ് ആയിട്ട്. സ്റ്റെഫി വിൽ ബി ഓൾവേസ് ഹാപ്പി ആൻഡ് ഷി ഷുഡ് ബി സോ ഹാപ്പി. എന്ന് വെച്ചാൽ ഈ ഒരു ഫാമിലി ഞാൻ കുറെ നാളായി ഇങ്ങനെ ഒരു കപ്പിളിനെ കണ്ടിട്ട്. ആ ഒരു സന്തോഷത്തിൽ ഞാൻ എന്റെ ഭക്ഷണം തരാം. ഓക്കെ, ഇത് ഞാൻ കണ്ടുപിടിച്ച ഒരു സാധനം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ അല്ല, എബ്രോഡ് ആണ്. പക്ഷെ നമുക്ക് ലെമൺ ഗ്രാസ് മറ്റേ സാധനം ഒന്നും കിട്ടാനായിട്ട് കുറെ സാധനം ഉണ്ട് ഇതിനകത്ത് ചേർക്കേണ്ടത്. അതൊന്നും നമ്മുടെ നാട്ടില് വെരി റെയർ ആണ്, ഇപ്പൊ കിട്ടും. പക്ഷെ നമ്മുടെ ആനിസ്റ്റേഷൻ ദൈവം അനുഗ്രഹിച്ച് എല്ലാ അമ്മമാരും കാണുന്നുണ്ട് എല്ലാ സ്ഥലത്തും. ചില സ്ഥലങ്ങളിലൊന്നും നമ്മൾ ഈ പറഞ്ഞ ലെമൺ ഗ്രാസ് മേടിക്കാൻ പറഞ്ഞാലൊന്നും അവർക്ക് കിട്ടുകയല്ല. അപ്പൊ ഞാൻ എന്നാ ചെയ്തു, അവർക്ക് ഇങ്ങനെ അറ്റം മല്ലിയില കിട്ടുമല്ലോ, അപ്പൊ അതൊക്കെ വെച്ച്, അതായത് എബ്രോഡിൽ കിടന്നതിന് ഇന്ത്യയെ കൊണ്ടുവന്ന്, ഇന്ത്യയിൽ നിന്ന് കേരളയിൽ കൊണ്ടുവന്ന്, കേരളയിൽ നിന്ന് ആനീസ് കിച്ചണിൽ കൊണ്ടുവന്നാണ് എന്റെ പ്രേക്ഷകർക്ക് കൊടുക്കുന്നത്. അപ്പൊ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ട് പേരിട്ടില്ല. വലിയ ഒരു കളർ പോലുള്ള വറ്റൽമുളക് അരച്ചേച്ച് നമ്മൾ ചെയ്യുന്ന. അപ്പൊ മറ്റേ മുളക് പൊടി ഇടുന്നില്ലല്ലോ. പിന്നെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒത്തിരി എരിവൊക്കെ പാകത്തിനാ. പിന്നെ കൂട്ടുകാൽ അവസാനം എന്നും പറഞ്ഞിരിക്കും. നമുക്ക് ആ എന്നാ പറയാ, ഒരു കറിയുടെ സ്വാദൊന്നും അറിയാൻ ഒക്കെയല്ല. പിന്നെ എനിക്ക് എപ്പോഴും ഇങ്ങനെ സോഫ്റ്റ്. ഏട്ടനും പൊതുവെ ഭയങ്കര എരിവിനോട് ഇഷ്ടമല്ല, മക്കൾക്കും അതെ, ഒത്തിരി എരിവിനോട് ഇഷ്ടമല്ല, സോഫ്റ്റ് എരിവ്. ചേച്ചിയോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ചേച്ചി ഇനി അഭിനയിക്കാൻ വരാത്തെന്താ? ഇല്ല, അഹങ്കാരമല്ല, കട്ടൻ ഡ്രൈ ആയിട്ട് പറയുന്നതും അല്ല. എനിക്കേ ഈ ഷോ ശരിക്കും ഞാൻ അമ്മ പറഞ്ഞിട്ട് ചെയ്യുക, അമൃതാനന്ദമയ അമ്മ പറഞ്ഞിട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതും ചെയ്യുകയല്ലായിരുന്നു. എനിക്ക് എപ്പോഴും ഫാമിലി ആയിട്ടിരിക്കാനാണ് ഇഷ്ടം. ഷാജി കൈലാസിന്റെ വൈഫായിട്ടിരിക്കാനാണ് ഇഷ്ടം. ഓക്കെ, ഗുഡ്. അല്ലാതെ ഒന്നിനും എനിക്ക് അതാ ഇഷ്ടം. പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോ അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവരുടെ വിശേഷം ചോദിക്കുക. ഏട്ടൻ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോ എന്നേലൊക്കെ ഒരു സർപ്രൈസ്. അതായത് ഏട്ടൻ ഷൂട്ടിന് പോകുമ്പോ ഒരു ഫർണിച്ചറൊക്കെ ഒരേ പരുവത്തിലായിരിക്കും, തിരിച്ചു വരുമ്പോ അത് അങ്ങനെ ആയിരിക്കത്തില്ല, മൊത്തം മാറ്റും വീട്. അപ്പൊ ഏട്ടന് വരുമ്പോ നല്ലോണം സെർവ് ചെയ്യുക, ഏട്ടനെ നല്ലോണം നോക്കുക. ഏട്ടൻ്റെ തിരിച്ചു വരുമ്പോ ഏട്ടനെ കാത്തിരിക്കുന്ന ഒരു ഭാര്യയായിരിക്കണം. വീട്ടിൽ മക്കളുടെ കാര്യം, ഏട്ടന്റെ അച്ഛൻ്റെ അമ്മയുടെ കാര്യം ഇങ്ങനെ നോക്കാൻ ഒരു പക്ക ഒരു ഹോംലി ഗേൾ ആയിട്ട് വളരാൻ പോവാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ
എനിക്ക് അതാണ് ഇഷ്ടം. അതുകൊണ്ട് എന്നെ അങ്ങോട്ട് നിർബന്ധിക്കല്ല. ഈവൻ എനിക്കൊരു ഇച്ചിരി കഞ്ഞിയും പയറും തന്നാലും ഞാൻ കുടിച്ചോളാം. എനിക്ക് അതിനകത്ത് പരാതിയേ ഇല്ല. പക്ഷെ എനിക്ക് ഏട്ടൻ്റെ വൈഫായിട്ട് ഈ വീട്ടിൽ ഇരിക്കണം. ആരെങ്കിലും ഷജികേലേസ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഉത്തരം പറയേണ്ട ഒരു ഭാര്യയായിട്ട് അവിടെ ഉണ്ടാവണം. അത് ഞാൻ അമ്മയോടും പറഞ്ഞു, അമൃതാന്തമായി അമ്മയോടും പറഞ്ഞു, എന്നോട് ചെയ്യാൻ പറഞ്ഞപ്പോ അപ്പൊ അമ്മ പറഞ്ഞു അത് സാരമില്ല മോളെ, നിനക്ക് സൗകര്യം അനുസരിച്ചിട്ട് വേണ്ടത് ഷൂട്ട് വെച്ചുതരാം, നിനക്കിത് ഇഷ്ടാ, ഭയങ്കര ഇഷ്ടാ മോക്ക് ഈ പാചകം എന്ന് പറയുന്നത്, അതുകൊണ്ട് അമ്മ ഇവിടെ ചെയ്തുതരാം, അപ്പൊ ഒന്ന് അമ്മയ്ക്ക് വേണ്ടി ചെയ്തു തരുമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞ പിന്നെ നോ ഇല്ല, അതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി ചെയ്യും. ഒരുപാട് പ്രഷറുണ്ട്, കാരണം വെച്ചാല് ഒന്നാമത്തെ കാര്യം ചേച്ചിയുടെ ലാംഗ്വേജ് ആണ്. ഞാൻ പടരും ഞാൻ പറയാൻ കാരണം വെച്ചാല് ആ ലാംഗ്വേജ് ആണ് ആൾക്കാരെ ഏറ്റവും കൂടുതൽ കാരണം ആ കോട്ടയം ലാംഗ്വേജ് എന്നാ പറയാനാണ്. നിങ്ങൾക്കൊന്നും ഇല്ലേ അങ്ങനെ? നസ്രാണികൾക്ക് പൊതുവെ ഉള്ളതാണ്. നസ്രാണിയാണ്, ഞാനും കോട്ടയംകാരനാണ്. പിന്നെ എന്നാ ഈ ഭാഷ എന്നാ പറയാനാ ഞാൻ? ഇതൊക്കെ ഇല്ലേ പറയാനുള്ളേ? അല്ല ഇങ്ങനെ ഒരാള് വന്നിരുന്നേച്ച് ഭയങ്കര ഫോർമലായിട്ട് വർത്താനം പറയാൻ. അതിന്റെ അല്ല ഞാൻ പറഞ്ഞ, ഞാൻ പക്ക കാഞ്ഞിരപ്പള്ളി നസ്രാണിയാണ്. പിന്നെ അടുക്ക പിച്ചാത്തി ഒന്നും ഇല്ല, വില വെച്ച് കൂട്ടാറുണ്ട്. ഇപ്പൊ എല്ലാം മാറിയില്ലേ, നമ്മള് പിന്നെ ഓരോ സ്ഥലത്തിനും ഫോർമാലിറ്റി അല്ല, അതിൻ്റെതായ രീതിയിൽ ഷോ അല്ലേ. ഇവിടെ അങ്ങനെ ഇല്ല. ഈ ഷോയുടെ എനിക്ക് ഏറ്റവും ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോ ആരും ഫോർമലായിട്ട് ഇരിക്കാൻ പാടില്ല, എല്ലാരും ഓപ്പൺ ആവണം. അതുകൊണ്ടാണ് ഒരു അടുക്കള വന്നത്. സ്റ്റെഫി ഒരു ഷോയുടെ ആങ്കർ ആയിട്ട് ഒരു ചാനലിൽ പോയി. സ്റ്റെഫിക്ക് ആങ്കറിങ് അറിയില്ല. ഞാൻ പറഞ്ഞു സ്റ്റെഫി ആങ്കറിങ് ഒന്നും അത് പറഞ്ഞുതരാ. അപ്പൊ അവിടെ അതിന്റെ പ്രോഗ്രാം ഡയറക്ടർ പറഞ്ഞത് 2 പേരുടെ കാര്യം പറഞ്ഞു. സ്റ്റെഫിയോട് പറഞ്ഞു 2 പേരെ മാത്രം ശ്രദ്ധിക്കുക. ഒന്ന് ആനി, ഒന്ന് റിമിറ്റോമി. കാരണം ലാംഗ്വേജ് വളരെ നമ്മുടെ ഇതില്ല, ഔപചാരികതയില്ല. നമ്മളുള്ള കാര്യം പറഞ്ഞ് അവതരിപ്പിച്ചു പോകുന്നു. മറ്റേത് അങ്ങല്ല, ഈ ഇംഗ്ലീഷ് കയറ്റി 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 ഇട്ടിട്ട് പിന്നെ മുടി ഇങ്ങനെ 4-5 പ്രാവശ്യം കൈയിട്ട് വലിച്ചു പറിച്ച് അങ്ങനെയൊക്കെയുള്ള സംഭവമുണ്ട്. അയ്യോ അതുകൊണ്ടാണോ ഇത്. പിന്നെ ഇപ്പൊ ഞാൻ പിള്ളേർ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഞാൻ ഇത് ആലോചിക്കും, ആ കൊച്ചിങ്ങനെ ഇപ്പൊ മുടി വലിച്ചു ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവോ, ഇടയ്ക്ക് കൊഴിഞ്ഞൊക്കെ പറപ്പിച്ചു വിട്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല. കോമൺ ആയിട്ട് പറയുന്നത് ഇപ്പൊ ഇവിടെ ഇറച്ചിക്കറിയും പൊറോട്ട, ഇതിനുവേണ്ടി നമ്മൾ വലിയ ട്രെയിലറിന്റെ ആവശ്യമില്ല. സന്തോഷത്തോടെ നിറവോടെയും കൊടുക്കുക, അല്ലാതെ അതിന്റെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നമ്മൾ കേൾക്കുക, അടുത്ത പ്രാവശ്യം അത് തിരിക്കുക. സ്റ്റെഫിയുടെ കാലിക്കറ്റ് ആണെങ്കിലും സ്റ്റെഫിയുടെ അമ്മ പാലക്കാരിയായുണ്ട്, കുറച്ച് കോട്ടയം ലാംഗ്വേജ് ഉണ്ട്. അങ്ങനെയാണ് അവരെ റൂട്ട് പിടിച്ചത്. എന്നാന്ന് അയ്യോ എന്നൊക്കെ ഒരു സാധനം ഉണ്ടല്ലോ. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കഴിവൊന്നുമല്ല, ഞാൻ എന്നതാണോ അത് ഞാൻ കാണിക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യാലിറ്റി എനിക്ക് ഒന്നാമത്തെ കാര്യം ആരോടും ഇല്ല, എനിക്ക് അങ്ങനെ ആവണം എന്നുമില്ല, എന്റെ പ്രേക്ഷകരോട് ഒട്ടും വേണ്ട. ഞാൻ എന്നാന്നോ അത് അവരെന്നെ മനസ്സിലാക്കുക, അങ്ങനെ മുന്നോട്ട് പോവാ. അതുകൊണ്ടാണ് മോളെ ഇത്രയും വർഷം ശേഷം വന്നപ്പോഴും എന്റെ പ്രേക്ഷകർ എന്റെ കൂടെ നിൽക്കുന്നു. സപ്പോർട്ട് എനിക്ക് എപ്പോഴും. താങ്ക് യു. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇപ്പൊ എന്റെ ഈ ഷോയിൽ ഓടി. പിന്നെ ഞാൻ പറഞ്ഞു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ഒന്നാമത്തെ കാര്യം കുക്കറി എന്ന് പറയുന്ന സംഭവം എനിക്ക് അത്, കാരണം ഞാൻ കുറച്ച് മുമ്പൊക്കെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ എന്നെ ഇങ്ങോട്ട് ആരും കടത്തി വിട്ടില്ല. ഇതിങ്ങനെ ഉണ്ടാക്കണം അറിയാൻ വേണ്ടി എന്താണെന്നറിയാം. അങ്ങനെ ഞാൻ അസിസ്റ്റന്റോട് ചോദിച്ചു എന്തെന്ന് ഉണ്ടാക്കണം, എനിക്ക് കഴിക്കാനല്ല, എനിക്കിത് അറിയണം. നമുക്ക് ഒരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിനൊരു സന്തോഷം, അതിൻ്റെ ഒരു ഫീല് ഭയങ്കര. പിന്നെ അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ റിയാക്ഷൻ കിട്ടാൻ വേണ്ടിട്ട് അത് കഴിച്ചിട്ട് റിയാക്ഷൻ തരും. ആ റിയാക്ഷൻ ഞാൻ എപ്പോഴേ ഞാൻ ആദ്യം പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ ഇത് കാണുമ്പോൾ കളർ പോലല്ല ഇതിന്റെ ടേസ്റ്റ്. കാരണം കാണുമ്പോൾ റെഡ് ഫീൽ ഉണ്ടെങ്കിലും അത് മറ്റേ നമ്മുടെ വറ്റമുളക് അരച്ചിട്ട് തന്നെയാണ് റെഡ് കണ്ടത്, പക്ഷെ വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്പൈസി സൂപ്പർ. വേറെ സംഭവം ചേച്ചി ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും അതിനകത്തേക്ക് ഒരുപാട് മസാല കയറ്റുമ്പോൾ ഉണ്ടാകുന്ന വിഷയം വെച്ചാൽ അതിന്റെ റിയൽ ടേസ്റ്റ് പോകണം, രുചി പോകും. ചുമ്മാ ഒരുപാട് മസാല ഇട്ട് കഴിഞ്ഞാൽ എന്ത് കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ മസാല യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരുപാട് കാരണം പിന്നെ സാധനം എന്താ വേറെ എന്തോ ആണ്. ശരിക്കും കുറച്ച് ഉപ്പും അല്പം മുളകും ഇട്ട് വേവിച്ച് മഞ്ഞപ്പൊടി വേവിക്കുന്ന സാധനമുണ്ട്. സാധനം കുക്കറിലൊക്കെ ഫസ്റ്റ് നമ്മൾ വെക്കുന്ന സാധനമല്ലേ, ആ സാധനം കഴിക്കാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന സാധനം അത് നല്ല മൂടാ കഴിക്കാൻ. സത്യമായിട്ട് അതിനകത്ത് ഒന്നുമില്ല. കട്ട്ലേറ്റിനകത്ത് ആക്ച്വലി ഒരു പച്ചമുളകും കുരുമുളകും മാത്രമേ ഉള്ളൂ, പക്ഷെ ആ കട്ട്ലേറ്റിന് എന്താ ടേസ്റ്റ്, നമ്മൾ ആ ഇറച്ചിയുടെ ടേസ്റ്റ് ആണ് മെയിൻ ആയിട്ട് പിടിക്കുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ലിയോണിനെ ഞാൻ ഡയറക്ടറായിട്ട് ഇന്റർവ്യൂ ചെയ്യേ വേണ്ടായിരുന്നു, കുക്കിംഗ് പിടിച്ചായിരുന്നു. മത്തി പൊട്ടി തെറിച്ചത് ചേച്ചി പല ഇന്റർവ്യൂവിലും ഈ പുള്ളിക്കാരി മത്തി പൊട്ടി തെറിച്ച് സൂപ്പർ, നല്ല ടേസ്റ്റാ മത്തി പൊട്ടി. ഒന്നുമില്ല അങ്ങനെ ഒരു ചാനലിൽ പറഞ്ഞു ലിയോ ചേട്ടൻ ഉണ്ടാക്കുമല്ലോ, അവിടെ കുക്കറി ഷോയിൽ പോയിരുന്ന ഒന്നും. അതായത് ഞാൻ പറയട്ടെ, ഞാൻ ഈ മത്തി പൊട്ടി തെറിച്ചോ ഞാൻ ചുമ്മായിട്ട് കോമഡി കേട്ട സംഭവം. പക്ഷെ എന്നാ ചോദിക്കാൻ കാര്യം എന്ന് വെച്ചാൽ എന്റെ റെസ്റ്റോറന്റിൽ ഈ പറഞ്ഞ ചിക്കൻ പൊട്ടിത്തെറിച്ചതുണ്ട്. ചിക്കൻ ചീറിപ്പാഞ്ഞുണ്ടോ?
ചീറിപ്പാഞ്ഞില്ല ഇതുവരെ, പൊട്ടിത്തെറിച്ച് നിൽക്കുന്നേ ഉള്ളൂ, പാടാൻ തുടങ്ങിയില്ല. അപ്പം ഒന്നുമില്ല, മത്തി ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഞാൻ ഈ കടപ്പുറത്തു നിന്നൊക്കെ മത്തി മേടിക്കാറുണ്ട്. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു കളർ തന്നെ വ്യത്യാസമാണ്, ഭയങ്കര ഫ്രഷ് ആയിരിക്കും. അപ്പോൾ അതിന് അല്പം മറ്റേ ഒന്ന് വരഞ്ഞിട്ട് അല്പം മുളകും, ചെറിയ മുളകും, അല്പം മഞ്ഞപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് ഒരു ഹാഫ് ബോയിൽ ആക്കുന്ന സമയം ഈ മൊരിക്കാണ്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഫീൽ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തക്കാളിയും കുറച്ച് സവോളയും കൂടെ സെപ്പറേറ്റ് വഴത്തിയിട്ട് അതിൻ്റെ മണ്ടയിലേക്ക് ഇടും. ഇട്ടിട്ട് കടുവും കൂടെ പൊട്ടിച്ചിട്ട് എണ്ണ സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ കടുക് പൊട്ടുമ്പോൾ എനിക്ക് തോന്നിയത് പൊട്ടിത്തെറിച്ചെന്ന് ഞാൻ വെറുതെ പറഞ്ഞെന്നുള്ളൂ. അങ്ങനെ ആയിട്ട് ഈ മത്തി ഇങ്ങനെ കിടക്കുന്ന സംഭവത്തിന് മണ്ടയിലേക്ക് ഒരു ലെയർ ഈ പറഞ്ഞ സവോളയും ടൊമാറ്റോയും കൂടെ ചോപ്പ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ചെറിയ ഉള്ളി ഇട്ടിട്ട് ചെറിയ ഉള്ളിയും കടുവും കൂടെ സെപ്പറേറ്റ് ആണ് നമ്മൾ വഴറ്റിട്ട് അതിനോട് എണ്ണ ഒഴിച്ചിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് 2 എടുത്തോ. അപ്പോൾ ഒരു ഇളക്കം ഉണ്ടാകും മത്തി, ഇളകിയിട്ട് അതൊരു ലെവലായി ഒന്ന് ഒരു പൊളച്ചിൽ. ഞാൻ ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ ഒരു പരീക്ഷണങ്ങളാണ്. സംഭവം എനിക്കറിയാൻ പാടില്ല, ഭയങ്കര ടേസ്റ്റ്. വേറെ ഒന്നുമില്ല, ഞാൻ പറഞ്ഞു ഈ സവോളയും തക്കാളിയും ഒക്കെ ഉള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റ് തോന്നി. അങ്ങനെ ഞാൻ മീനിന്റെ ടേസ്റ്റും അങ്ങനെ രവി വന്ന് ചോദിച്ചു ഇതെന്താ ഓസുമോനെ ഉണ്ടാക്കുന്നത്? എൻ്റെ മത്തി പൊട്ടിത്തെറിച്ച്, ഈ കടുക് പൊട്ടിയതിന്റെ സൗണ്ടിലാണ് മത്തി പൊട്ടിത്തെറിച്ചത്. കാരണം അങ്ങനെ കിടക്കണത് പൊട്ടിത്തെറിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതാന്ന് പറഞ്ഞു. അങ്ങനെ ഇത് സകലമാന സ്ഥലത്തും പോയി പറഞ്ഞു. ഇനി തീർച്ചയായിട്ടും പല പല പരീക്ഷണങ്ങളിൽ നമ്മൾ പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ആഗ്രഹമുള്ള സംഭവമാണ് കുക്കറി. അതിൻ്റെ ഒപ്പം ചേച്ചിയായിട്ട് സംസാരിക്കുന്നത്, കാരണം നമ്മൾ ഫ്രീ ആയിട്ട് സംസാരിക്കാം. ഇവിടെ ഇന്റർവ്യൂ ഒന്നും ഇല്ലല്ലോ, അവനവന്റെ വീടായിട്ട് കരുതുക, സംസാരിക്കുക, വിശേഷങ്ങൾ പറയുക. അത് ഞാൻ മാത്രമല്ല, എന്റെ പ്രേക്ഷകരും കേൾക്കുന്നു, സന്തോഷിക്കുന്നു, പിന്നെ നമ്മൾ കാണുന്നു അല്ലേ? തീർച്ചയായിട്ടും. എന്തായാലും സ്റ്റെഫിക്ക് ഒരു നല്ല ബ്രൈറ്റ് ഫ്യൂച്ചർ, അതേപോലെ ലിയോണും ഒരു നല്ലൊരു ബെസ്റ്റ് ഡയറക്ടർ ആയിട്ട് വരട്ടെ. അതിനെക്കാട്ടിലും ഉപരി ചേച്ചി എന്ന നിലയ്ക്ക് പറയുവാണെങ്കിൽ ഒരു നല്ലൊരു കുടുംബജീവിതം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഫസ്റ്റ് പ്രിഫറൻസ് ഗോസ് ടു ദാറ്റ്. പിന്നെ ഒരു ഗൃഹനാഥൻ എന്ന നിലയ്ക്ക് യു നീഡ് അല്ലേ, ഒരു എത്രയായാലും ഒരു ജോലി വേണം. സോ ഒരു ആഗ്രഹം പോലെ ഒരു സൂപ്പർ ഡയറക്ടർ ആവട്ടെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരണം, ഡേറ്റ് ഉണ്ടെങ്കിൽ. ആനീസ് കിച്ചണിൽ വരിക, തീർച്ചയായും. ഞങ്ങൾ വന്നിരിക്കും. താങ്ക് യു സോ മച്ച്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു റെസിപ്പിയും കൂടെ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്, മത്തി പൊട്ടിത്തെറിച്ചത്. എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒന്നുമില്ല റെസിപ്പിക്കകത്ത്, ഒന്നുമില്ല ഇൻഗ്രീഡിയൻ്റ് ആയിട്ട്. എന്തായാലും കുറേ പേര് കമൻസ് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി എന്നാന്നുള്ളത്. ഇന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോ? ഇന്ന് ഞാനും ഒന്ന് നോക്കട്ടെ അത് എന്നതായി പൊട്ടിത്തെറിച്ച് കിടക്കുന്നതെന്ന് അറിയാലോ. ഇതേപോലെ എൻ്റെ മാത്രമല്ല പലരുടെ അനുഭവത്തിൽ നിന്നുണ്ടാവുന്ന പുതിയ പുതിയ വിഭവങ്ങളും അതേപോലെ നമുക്ക് ഇഷ്ടംപോലെ വിശേഷങ്ങളും അറിവുകളും നേടാൻ ആനീസ് കിച്ചണിലൂടെ മാത്രമേ പറ്റുള്ളൂ. അടുത്ത എപ്പിസോഡിൽ പുതിയ വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.